വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. സർവകലാശാല ഹോസ്റ്റലിനകത്താണ് തെളിവെടുപ്പ്. അനീസ അലി വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. അനീസ, ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ? മുഖ്യപ്രതിയെ മാത്രമാണോ കൊണ്ടുവന്നിരിക്കുന്നത്? മുഖ്യപ്രതിയെയാണ് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം സിൻജോ ജോൺസനെ ഈ സിദ്ധാർത്ഥിനെ ഇടിച്ച, പീഡിപ്പിച്ച, മർദ്ദിച്ച സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുത്തു. മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എടുത്തു കാണിച്ചു. അതുപോലെ മർദ്ദിക്കാൻ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുത്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ പീഡന മുറകൾക്കും ഇതേനായ ഈ ഇടങ്ങളെല്ലാം തന്നെ സിൻജോ ജോൺസനെ കൊണ്ട് പോലീസ് നോക്കിക്കണ്ടു. എന്തായാലും ഇപ്പോൾ ആദ്യം എത്തിയത് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തേക്കാണ്. ഈ നടുമുറ്റത്ത് എത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് സിൻജോ ജോൺസനെ ഹോസ്റ്റലിലെ മുറികളിലേക്ക് കൊണ്ടുപോയി. 21-ാം മുറിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ വെച്ചാണ് ക്രൂരമായ പീഡനത്തിന് സിദ്ധാർത്ഥൻ വിധേയനായത് എന്ന് വ്യക്തം. അവിടെ സിദ്ധാർത്ഥനെ എന്തെല്ലാം ചെയ്തു എന്ന കാര്യങ്ങളെല്ലാം സിൻജോ ജോൺസണിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. കൽപ്പറ്റ DYSP TN സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സിൻജോ ജോൺസനെ ഇവിടെ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി പ്രതികളെ കൂടി ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സിൻജോ ജോൺസണാണ് മുഖ്യപ്രതി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ക്രൂരപീഡനത്തിന് ഉപയോഗിച്ച ബ്ലൂ ഗൺ, അതിൻ്റെ വയർ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നറിഞ്ഞിരുന്നു. ആ കേബിൾ അടക്കം എടുത്ത് കാണിച്ചു കൊടുത്തു. പിന്നീട് എവിടെയൊക്കെ വെച്ച് മർദ്ദിച്ചു, എന്തെല്ലാം തരത്തിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം സിൻജോ ജോൺസൺ പോലീസിന് ഒന്നൊന്നായി വിവരിക്കുകയായിരുന്നു. അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിൽ പോയി അവിടെയും തെളിവെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് സിൻജോ ജോൺസനെ പോലീസ് കൊണ്ടുപോയിരിക്കുന്നു.